നമസ്കാരം. പൗരാണികതയേറെയുള്ള തിരുവല്ല ആമല്ലൂരിലെ പാണ്ഡവൻപാറ പൊട്ടിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി പൗരസമിതി. കവിയൂർ മഹാദേവ ക്ഷേത്രവുമായും കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രവുമായും ഏറെ ബന്ധം പുലർത്തുന്ന പാറ പൊട്ടിച്ച് നീക്കുന്നതിന് എതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത്. പാറ സ്ഥിതി ചെയ്യുന്ന തിരുവല്ല നഗരസഭയിലെ 10-ാം വാർഡിൽ ഉൾപ്പെടുന്ന ആമല്ലൂർ ഭാഗത്തെ 3 സെന്റ് ഭൂമിക്ക് മുൻവശത്തായുള്ള ഭൂമി അടുത്ത കാലത്ത് സ്വകാര്യ വ്യക്തി വിലയ്ക്ക് വാങ്ങിയിരുന്നു. ഈ ഭൂമി വൃത്തിയാക്കുന്നതിനൊപ്പമാണ് പുറമ്പോക്ക് ഭൂമിയിൽ നിലകൊള്ളുന്ന പാറ കൂടി പൊട്ടിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ചതുരത്തിലുള്ള വാതിലോട് കൂടിയുള്ള ഗുഹ സ്ഥിതി ചെയ്യുന്ന പാണ്ഡവൻപാറയുടെ കവാടവും കവിയൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ കവാടവും നേർരേഖയിലാണെന്നും പ്രദേശവാസികൾ പറയുന്നു. പാറ പൊട്ടിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം JCB ഉപയോഗിച്ച് പാറയുടെ ചുറ്റിലുമുള്ള മണ്ണ് നീക്കം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഈ നീക്കം വാർഡ് കൗൺസിലർ KP വർഗീസും പ്രദേശവാസികളും ചേർന്ന് തടഞ്ഞു. പാറ പൊട്ടിക്കുന്നതിനെതിരെ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ജിയോളജി വകുപ്പിനും തിരുവല്ല പോലീസിനും പരാതി നൽകി. പാറ പൊളിക്കാനുള്ള നീക്കം പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയെന്നും തന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം തടഞ്ഞുവെന്നും പൗരാണികത ഏറെയുള്ള പാറ പൊളിക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും സമരപരിപാടികൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും വാർഡ് കൗൺസിലർ KP വർഗീസ് പറഞ്ഞു. ആമല്ലൂരാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ആമല്ലൂരിൻ്റെ പൈതൃകമായ ഒരു സംഭവമാണിത്. ഇത് എൻ്റെ ചെറുപ്പം മുതലേ ഇവരും ഇവിടെ 2 ഫാമിലിയായിരുന്നു ഉണ്ടായിരുന്നത്. അവരിവിടുന്ന് മാറിക്കഴിഞ്ഞാൽ അതുവരെ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്ന സ്ഥലമായത്. വിളക്ക് കത്തിച്ച് പിന്നെ നമ്മളെ ഒരു ഇതില്ലാത്തതുകൊണ്ട് പിന്നെ മീന്തലക്കര അമ്പലത്തിലെ കാവടിയാട്ടം പോകുമ്പോഴും വിളക്ക് കത്തിക്കുമായിരുന്നു. കവിയൂര് എന്നുള്ള ഒരു വരവ് തൃക്കവിയൂരുമായിട്ട് ഹനുമാൻസ്വാമിയുടെയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണിത്. ഈ സംഭവം നേരത്തെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ, ഞാനൊക്കെ ചെറുപ്പമായിരുന്ന കാലത്ത് ഇതിൻ്റെ ഉടമസ്ഥൻ തമ്പി സാറ് ഇത് പൊട്ടിക്കാൻ ശ്രമിക്കുകയും വേണ്ടാന്ന് വെക്കുകയും ചില അനിഷ്ടങ്ങളൊക്കെ കണ്ടപ്പോൾ പുള്ളി അത് വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ച ഒരു സംഭവമാണ്. ഇത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഇതിനെ കാട് കയറി കിടന്നുകൊണ്ട് ഞങ്ങൾ വലുതായിട്ട് ഇതിനെ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. പക്ഷെങ്കിൽ ഈ ആമല്ലൂരിൻ്റെ ദേശത്തിൻ്റെ ഒരു പൈതൃകമാണ്. അത് കാലങ്ങളായിട്ട് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള ഈ കഥ കണ്ട അന്നും മിഷനൊന്നും ഇല്ലല്ലോ. അമ്പലത്തെ ഒരു കഥ പോലെ കണ്ടില്ലേ, ഇതുപോലെ വെച്ച് ഇത് ആരാധിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇത് ഞങ്ങൾ പൊളിക്കാനോ ഇത് കളയാനോ ജന്മം ചെയ്താൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങളെ ഇതിനകത്തിട്ട് മൂടുകല്ലാതെ ഇത് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല, സമ്മതിക്കത്തുമില്ല. ഈ പൈതൃകം നിലനിർത്തേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. ഇവിടുത്തെ സർവ്വ ആൾക്കാരുടെയും ആവശ്യമാണ്. ഇവിടുത്തെ ബാക്കിയുള്ള ഹിന്ദുക്കൾ വെച്ച് ബാക്കിയുള്ളവർ പോലും ഇതിനെ അംഗീകരിക്കുന്നവരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ആരും ഇതുവരെ എതിരൊന്നും പറഞ്ഞിട്ടില്ല ആമല്ലൂർക്കാർ. ഇത് ആമല്ലൂരിൻ്റെ ഒരു ദേശീയതയാണ്. ഇത് കളയാനോ ഇത് ചെയ്യാനോ ആരെയും അനുവദിക്കത്തുമില്ല, ചെയ്യിക്കത്തുമില്ല. ഈ ഇവിടെ നിൽക്കുന്ന ഈ പാറയുടെ പേര് പാണ്ഡവൻപാറ എന്നാണ്. ഇത് കട്ടള ഉൾപ്പെടെയുള്ളൊരു പാറയാണ്. ഇത് പൊട്ടിക്കാനായിട്ട് ആരോ ശ്രമിക്കുന്നുണ്ട്. അത് പൊട്ടിക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് വിരോധമുണ്ട്. ഈ പാറയുടെ ചുറ്റുമായിട്ടും 10-20 വീട്ടുകാരുണ്ട്. അവരുടെ ചെറിയ ചെറിയ വീടുകളാണ്, ഓടിട്ടതുമായിട്ടുള്ള ചെറിയ 10-20 വീടുകളുണ്ട്. അത് പൊട്ടിക്കുന്നതിനെതിരായിട്ട് ഞങ്ങൾ പോലീസിലും ജിയോളജിയിലും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് പൊട്ടിക്കുന്നതിന് ശക്തമായ നടപടി ഞങ്ങൾ സ്വീകരിക്കും. പൊട്ടിക്കാൻ വരുന്നവരെ കൊണ്ട് ഞങ്ങൾ ഈ പറമ്പിൽ കാല് കുത്താൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. ഞാൻ തിരുവല്ല നഗരസഭയുടെ 10-ാം വാർഡ് കൗൺസിലറാണ്. കഴിഞ്ഞ 2015-20 വർഷം ഞാൻ അവിടുത്തെ കൗൺസിലറായിരുന്നു, ചെയർമാനായിരുന്നു. അവിടെ പൗരാണികമായ ഒരു പാറയുണ്ട്, വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഒരു സ്വകാര്യ വ്യക്തി അടുത്ത സ്ഥലം വാങ്ങിച്ചവർ അത് പൊളിച്ചു നീക്കാനായിട്ട് തുടങ്ങിയപ്പം നാട്ടുകാരെ എതിർത്തു. കഴിഞ്ഞാൽ ആ പാറ പൊളിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെ പറഞ്ഞു പൊളിക്കുന്നത്. അപ്പം നാട്ടുകാർ എന്നെ വിളിച്ചതനുസരിച്ച് ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഞാനും പറഞ്ഞു, എനിക്കിത് വർഷങ്ങൾക്ക് മുമ്പേ ഓർമ്മയാകുമ്പോൾ ഒരു പാറയാണ്, ഇത് പൗരാണികമായിട്ട് ഉള്ള ഒരു പാറയാണ്, അതുകൊണ്ട് പൊളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അല്ല പൊളിക്കുന്നു, ഞങ്ങളെ ഒരു കാരണവശാലും പൊളിക്കത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ജിയോളജിയിലെ സാങ്ഷനോ അല്ലെങ്കിൽ വേറെ ഒരു സാങ്ഷനും ഇല്ലാതെ ഇവർ കായികമായിട്ട് പൊളിക്കാൻ നടക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തർക്കമുണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജിയോളജിക്ക് പരാതി കൊടുക്കുകയും പോലീസിൽ പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടുകാരെ ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല. എന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ഈ പാറയെ ബഹുമാനിക്കുന്ന ഒരു പാറയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അത് പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. നാട്ടുകാരോടൊപ്പം എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ കൂടെ കാണും. അതാണ് എൻ്റെ അഭിപ്രായം. അതിന് ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ സഹകരണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്ന എല്ലാ മാധ്യമപ്രവർത്തകരും ഗവൺമെൻറ്റും ഈ പാറയെപ്പറ്റി വന്ന് കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. നല്ലൊരു ആകൃതിയുള്ളൊരു അത് വന്ന് കണ്ടെങ്കിൽ മാത്രമേ, പുറത്ത് ചുമ്മാ പറയുന്നൊരു കാര്യമില്ല. പാറ വന്ന് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുക പൗരാണികമാണ് പാറയാണ്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങളോട് സഹകരിച്ച് ഈ പാറ പൊളിക്കാതിരിക്കുക, നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.